Today we are going to discuss 8th standard social science first chapter early human life. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് കുട്ടികൾ അവരുടെ ഡോഗുമായിട്ട് റാബിറ്റിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കഥയുണ്ട്, വായിച്ചു നോക്കുക. റാബിറ്റിനെ തിരഞ്ഞിങ്ങനെ നടക്കുന്നതിനിടയിൽ അവരുടെ ഡോഗിനെ കാണാതാവുകയും ആ ഡോഗിനെ തിരഞ്ഞ് അവരൊരു ബിഗ് കേവിൽ വലിയൊരു ഗുഹയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ ഗുഹയ്ക്കകത്ത് കണ്ട കാഴ്ചകൾ, ദ സീൻസ് ഇൻ ദ കേവ് അസ്റ്റോണിഷ്ഡ് ദം. The walls of the cave were covered with multicolored paintings of horse, bison, ox, deer, etc. അതായത് ഗുഹയ്ക്കകത്ത് ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങൾ അവർ കണ്ടു. അതിൽപ്പെട്ട ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഓക്സിൻ്റെ, അതായത് ഫ്രാൻസിലെ ലാസ്കോ എന്ന ഗുഹയിലാണ് അവർ എത്തിച്ചേർന്നത്. ആ ഗുഹയ്ക്കകത്ത് കണ്ട കാളയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ആരായിരിക്കും ഈ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകുക? ദീസ് പിക്ചേഴ്സ് ഡ്രോൺ ബൈ ദി പാലിയോലിത്തിക് മാൻ. ഇതുപോലുള്ള ധാരാളം കേവ് പെയിൻറ്റിങ്സ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പിക്ചേഴ്സാണ് നമുക്ക് ഏർലി ഹ്യൂമൺ ലൈഫിനെ കുറിച്ച് വളരെ വാല്യുവബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് പാലിയോലിത്തിക് ഏജ്, വിവിധ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തെ ടോപ്പിക്കാണ് പാലിയോലിത്തിക് ഏജ്. What is the meaning of Paleolithic? Paleo means old. Lith means stone. That means old stone age. അതായത് പ്രാചീന ശിലായുഗം. പാലിയോലിത്തിക് എന്ന വേർഡ് ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥമാണ് ഓൾഡ് സ്റ്റോൺ ഏജ്. 4 ചിത്രങ്ങളാണ് കാണിക്കുന്നത്. അതിലെ ഫസ്റ്റ് പെയിൻറ്റിങ് ഗ്രൂപ്പ് ഡാൻസിൻ്റെയാണ്. രണ്ടാമത്തേത് ഹണ്ടിങ്ങിൻ്റെ. രണ്ടും കണ്ടെത്തിയത് ഇന്ത്യയിലെ ബിംബേഡ്ക എന്ന കേവിൽ നിന്നാണ്. മൂന്നാമത്തെ പെയിൻറ്റിങ് ബോറിൻ്റെ, അതായത് കാട്ടുപന്നിയുടെയാണ്. സ്പെയിനിലെ അൾട്ടാമിറയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നാലാമത്തേത് ബൈസൺ, ഫ്രാൻസിലെ ഷോവയിൽ നിന്ന്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്സ്? മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. Pictures of hunting, colors were used. They picturized movements of animal. ഈ കേവ് പെയിൻറ്റിങ്സ് ആണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച്, അതായത് പാലിയോലിത്തിക് ഏജിൽ താമസിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത്. ഇതുപോലുള്ള നിരവധി പിക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽപ്പെട്ട ചിലതാണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ആൻസിസ്റ്റേഴ്സ് ലിവ്ഡ് ഇൻ കേവ്സ്. ദേ ഡ്രോൺ പിക്ചേഴ്സ് ഇൻ കേവ്സ് ബിക്കോസ് ദേ ലിവ് ഇൻ കേവ്സ്. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദി ഏർലി ഹ്യൂമൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദീസ് പിക്ചേഴ്സ്, ഫ്രം ദീസ് കേവ് പെയിൻറ്റിങ്സ്? ദേ ഹണ്ടഡ് ആനിമൽസ്. They collectively engaged in recreational activities. The movements of animal were observed. അതായത് അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, കൂട്ടമായിട്ട് സംഘമായിട്ട് വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു, മൃഗങ്ങളുടെ ചലനങ്ങൾ അവർ നിരീക്ഷിച്ചിരുന്നു. എന്തുപയോഗിച്ചായിരിക്കും ഇവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്? ഡിഫറെൻറ്റ് കളേഴ്സ് വെർ യൂസ്ഡ് ഇൻ ദി കേവ് പെയിൻറ്റിങ്സ്. ദ കളേഴ്സ് വെർ മെയ്ഡ് ഫ്രം മിക്സേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട് ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ്. അതായത് പഴച്ചാറുകളുടെയും ചെങ്കൽപ്പൊടിയുടെയും മിശ്രിതം ഉപയോഗിച്ചാണ് അവർ ചിത്രങ്ങൾ വരച്ചത്. ബോറിൻ്റെയും ബൈസൻ്റെയും ചിത്രങ്ങൾ മാത്രമല്ല, ഹോഴ്സ്, ഡിയർ, ലയൺ, ലിയോപാർഡ്, ബിയർ, ഹൈന തുടങ്ങിയടക്ക ചിത്രങ്ങൾ ഈ കേവ്സിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. കേവിനകത്ത് വെളിച്ചം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അല്ലേ? അവരെന്തായിരിക്കും വെളിച്ചമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ലൈറ്റിന് വേണ്ടിയിട്ട്. ആനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ ലൈറ്റിംഗ് ഇൻ ദ കേവ്സ് വേർ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ്. അതായത് പാലിയോലിത്തിക് മാൻ എന്തൊക്കെ വെപ്പൺസ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഫോർ ഹണ്ടിങ്? ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. They also used bones of animals, ivory, pieces of wood, etc. as weapons. എന്തായിരിക്കും അവരുടെ വസ്ത്രം? ഹൈഡ് ആൻഡ് ബാക്ക് were used as clothes. The bones of animals were used as needles for sewing.
Next one, the technological progress of Paleolithic men are shown here. Look this chart. First one, stone statues were made. അവർ കല്ല് കൊണ്ട് പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദി ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. പാറകളിലും ഗുഹകളിലും കൊമ്പുകളിലും മൃഗങ്ങളുടെ എല്ലുകളിലുമൊക്കെ അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മൗൾഡഡ് ഫ്രം ക്ലേ കൊണ്ട്, അതായത് കളിമണ്ണ് കൊണ്ട് അവർ മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെർ മെയ്ഡ്. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. വെസൽസ് വെർ വോൺ ഔട്ട് ഓഫ് ബാഗ് ഫൈബർ. മരനാര് കൊണ്ട് അവർ പാത്രങ്ങൾ നെയ്തിരുന്നു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എല്ല് കൊണ്ട് അവർ സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇനി നിങ്ങൾക്ക് കാണിക്കുന്ന ആ ചിത്രം ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഭീംബേഡ്ക എന്ന ഗുഹയുടെ ചിത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലിയോലിത്തിക് സൈറ്റാണ് ഭീംബേഡ്ക. അതുകൂടാതെ മറ്റ് സൈറ്റുകൾ തന്നിരിക്കുന്ന മാപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ട് അവ ഇന്ന് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഏതെല്ലാം സ്റ്റേറ്റിലാണത് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. പാലിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെസോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിനെ തുടർന്ന് അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് പാലിയോലിത്തിക് ഏജിൽ അവർ റഫ് സ്റ്റോൺ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് അവർ സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്, അതായത് ചെറുതും സൂക്ഷ്മവുമായിട്ടുള്ള ആയുധങ്ങൾ, ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ്. ദേ ആർ some small stone tools with sharp points. These type of tools were used in the period subsequent to the Paleolithic age. This age is also called Microlithic age. Mesolithic age is also called Microlithic age because they used small stone tools with sharp points. ഈ ടൂൾസ് അവരെ ഹണ്ടിങ് ഈസിയാക്കി മാറ്റി. ഹണ്ടിങ് became extensive in the Mesolithic age. As a result, many animals become extinct. Mammoth is an example for an extinct animal. You can see the picture of mammoth here. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് നമ്മുടെ ആനയുടെ രൂപവുമായിട്ടൊരു സാദൃശ്യം തോന്നില്ലേ? ആനയുടെ പൂർവികൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വേട്ടയാടൽ വർദ്ധിച്ചപ്പോൾ ഈ ജീവി ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റായി, അതായത് വംശനാശം സംഭവിച്ചു പോയി. ഈ കാലഘട്ടത്തിൽ മാൻ ഡിസ്കവേർഡ് ന്യൂ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദിസ് പീരിയഡ്. ദേ ഏറ്റ് എഡിബിൾ ഗ്രാസ്, ഡോൾഫിൻ, otter, whale, fishes and so on. The progress of Mesolithic age here shown here. They domesticated and dogs, നായ ഇണക്കി വളർത്തി. bows and arrows were used for hunting. വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. began to exchange food, tools, ornaments, etc. logs were tied together and used for navigation. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രക്ക് ഉപയോഗിച്ചു. was able to hunt animals from far. began settled life, അതായത് സെറ്റിൽഡ് ലൈഫ്, സ്ഥിരവാസം ആരംഭിച്ചു. മെസോലിത്തിക് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് കൂടുതൽ എവിഡൻസ് കിട്ടുന്നത് യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിൽ നിന്നുമൊക്കെ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ 2 മെസോലിത്തിക് സൈറ്റ്സ് ഉണ്ട്. വൺ വാസ് ബേഗോർ ഇൻ രാജസ്ഥാൻ, ദ അതർ ആദംഗഡ് ഇൻ മധ്യപ്രദേശ്. ഇന്നത്തെ 2 ടോപ്പിക്സും ഇതോടെ കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ വി ക്യാൻ ഡിസ്കസ് നിയോലിത്തിക് ഏജ്. താങ്ക് യു.